ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം സമയം ഒരു 8-8:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ നേരെ ഗുരുവായൂരേക്ക് പോവാണേ. ഗുരുവായൂർ കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ, ഞാൻ മാത്രമേ ഇങ്ങനെ ഉണ്ടാവും. ഞാനും ചേച്ചി ഇതുവരെ ഗുരുവായൂർ കണ്ടിട്ടില്ലേ. ആയ സമയത്ത് അച്ഛനും അമ്മക്കും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് കൊണ്ടുപോകുമെന്ന് കരുതി. എന്നാൽ ഇതുവരെയായിട്ടും ഹസ്ബൻഡും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പറയും നമുക്ക് ഗുരുവായൂർ പോകണമെന്ന്, പക്ഷേ ഇതുവരെ കുട്ടേട്ടന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ തിരക്ക് കാരണം അതിങ്ങനെ നീണ്ടു പോയി. ലിയോന്റെ ചോറൂണ് പറശ്ശിനിക്കടവെന്നായിരുന്നേ. അപ്പം തന്നെ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഗുരുവായൂരിന്ന് കൊടുക്കുന്നത്. ചേച്ചിയുടെ മോക്കും ചോറ് കൊടുക്കാനുണ്ട്, അവളിപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 11-11:30 അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾ കിടന്നൊക്കെ ഉറങ്ങുന്നുണ്ട്. കാറ് കിടന്ന് ഉറങ്ങിയോണ്ട് മുടിയൊക്കെ വൻ ഷോക്കായിട്ടുണ്ട്. കടകളൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് എന്ത് ഭംഗിയാന്നോ കാണാൻ. ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പുറകുവശത്തെ കവാടത്തിന് മുന്നിലാണ് എത്തിയത്. ഇനി ഇപ്പുറത്തൂടെ ചുറ്റി വേണം ഞങ്ങൾ അപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട്. ജീൻസും ടോപ്പൊക്കെ ഇട്ട് വന്നത് കൊണ്ട് തന്നെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഇപ്പം സമയം 11:30 ആയിട്ടുണ്ടാവും. 11:30 ആയിട്ടും ഇവിടെ നല്ല ആളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതെവിടെ മാത്രമാണ് ആൾക്കാരില്ലാത്ത. തുലാഭാരം നടത്തുന്ന സാധനമൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ആൾക്കാരുണ്ട്. സ്വാമിമാരാണ് കൂടുതലുള്ളത്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ കടകളിലൊക്കെ കയറി ഇറങ്ങി കേട്ടോ. സാധനങ്ങളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഓരോന്നിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ വലിയ ആളെപ്പോലെ ഓരോന്നിൻ്റെ തൊട്ട് നോക്കി ഇതിനെത്രയാ അതിനെത്രയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുത്തത് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് ഇങ്ങോട്ടൊക്കെ വരണം. എന്നിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. നമ്മൾ പോകാൻ നേരത്ത് ഇതാ ഒരു കുട്ടി അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അവിടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഓടക്കോല് കണ്ടാൽ പിന്നെ കുട്ടേട്ടൻ എവിടെ പോയാലും ഓടക്കോലൊന്ന് വിളിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ ഒന്ന് കാണുകയൊക്കെ ചെയ്ത് നേരെ റൂമിലേക്ക് പോവുകയാണേ. നല്ല പോലെ ടയേർഡായിട്ടുണ്ട്. വണ്ടി കിടന്ന് കുറച്ച് ഉറങ്ങിയതാണ്, എന്നാലും നമുക്ക് നല്ലോണം ഒന്ന് വൃത്തിക്ക് കിടന്നുറങ്ങി നാളെ രാവിലെ കാണാം. അങ്ങനെ രാവിലെ നമ്മൾ കുളിച്ചൊരുങ്ങി സുന്ദരിയായി അവിടെ പോകുന്ന വഴിക്കുന്ന മുല്ലപ്പൂ വാങ്ങുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടത് ആ ചേട്ടൻ ഞാൻ നോക്കി ചിരിച്ചു തരാം, നീ മേടിച്ചോന്ന് പറഞ്ഞ് ചിരിച്ചു തരുന്നുണ്ട്. നല്ലൊരു ചേട്ടനായിരുന്നേ അത്. ഇനി വീഡിയോ എടുക്കണ മോളെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓ അത് മതി ചേട്ടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ നടയിലേക്ക് പോവാണേ. ഇപ്പം അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. ഒരു 7-7:30 ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നേ. ഇപ്പം എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്. ഇന്നലെ ജീൻസൊന്നും ഇടാതെയാണ് വന്നതെങ്കിൽ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കായിരുന്നേ. ഇന്നലെ രാത്രി ഇത്ര തിരക്കുണ്ടായിരുന്നില്ല, ഇന്ന് ഭയങ്കര തിരക്കാണേ. എന്തെങ്കിലും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്കൊരു തുളസിമാല കുട്ടേൻ്റെ കഴുത്തിലിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അതങ്ങനെ സാധിച്ചു കിട്ടി. ഞങ്ങളുടേത് ഒരു ഒളിച്ചോട്ട കല്യാണമായിരുന്നേ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരുടെ അനുഗ്രഹവും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഏച്ചിയുടെ ഏട്ടൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് മാലയിടാൻ പറ്റി. നമ്മൾ മെയിനായിട്ട് വന്നത് ലിയൂട്ടിന് ചോറ് കൊടുക്കാനാണ്. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാല ഇട്ടത്. ഉള്ളിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്, അവൻ്റെ ചോറൂണിൻ്റെ വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് അതാണ്. ചോറൂണിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് അവർ എടുത്തു തന്നിട്ടുണ്ട്. അവർ ഫോണിലേക്ക് അയക്കുന്നതാണേ പറഞ്ഞത്. ഇനി നമുക്ക് നേരെ ആനപ്പന്തിയിലേക്ക് പോവാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം, നേരെ വീട്ടിലേക്ക് പോകണം. അതിനിടയ്ക്ക് ഗുരുവായൂർ നമ്മുടെ സുരേഷ് ഗോപിയുടെ ആന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആന. അപ്പോൾ അതിനെയും കണ്ട് ഞങ്ങൾ നേരെ പോവാണ്. ടാറ്റാ.